എന്താ ഇത് പണിക്കര്? പെട്ടെന്ന് ഹോമകുണ്ടത്തിലെ തീ ആളി കത്താൻ തുടങ്ങിയല്ലോ. ഈ ഹോമകുണ്ടത്തിലൂടെ ആ മഹാദേവൻ നമ്മളെ എന്തോ അറിയിക്കുകയാണ് അരുണിമേ. അതെന്തായിരിക്കും ഭാർഗവ പണിക്കര്? അകന്നു പോയ എന്തോ ഒന്ന് നമ്മുടെ സമീപത്തേക്ക് എത്തുന്നുണ്ടോന്നാണ് എന്റെ സംശയം. ഈ സൂചന അതിൻ്റെതാണ് അരുണിമേ. മേഘയെ നീ എന്തിനാ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ട് എത്തിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ 5 കൊല്ലങ്ങളോളം ഒന്നിച്ച് ജീവിച്ചതിന് ശേഷം ഇന്ന് സകല ബന്ധങ്ങളും ആർത്തെറിഞ്ഞുകൊണ്ട് മേഘ എങ്ങോട്ടേക്കോ പോവാൻ തീരുമാനിച്ചിരിക്കുക. മേഘയുടെ ഈ തീരുമാനത്തിനൊരു മാറ്റം ഉണ്ടാവണേ മഹാദേവ. എനിക്ക് നിന്നോട് ഇത് മാത്രമേ ചോദിക്കാനുള്ളൂ. അരുണിമേ, ശ്രീമൂലസ്ഥാനത്ത് പൂജിച്ച ചന്ദനം ഇരിപ്പുണ്ട്. തിരുമേനോട് ചോദിച്ച് അതെടുത്തു തരും. ആയിക്കോട്ടെ തിരുമേനി, ഇപ്പൊ കൊണ്ടുവരാം. അമ്മേ, ഞാനൊന്ന് പ്രദക്ഷിണം വെച്ചിട്ട് വരാട്ടോ. തിരുമേനി, പണിക്കർ അദ്ദേഹം പൂജിച്ച ചന്ദ്രൻ ശ്രീമൂലസ്ഥാനത്തുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് എടുത്തു തരൂ. മുഖത്ത് നല്ല വിഷമം കാണുന്നുണ്ടല്ലോ. പ്രധാനപ്പെട്ട എന്തോ ഒന്ന് നഷ്ടപ്പെട്ടതിന്റെ വേദനയാണെന്ന് തോന്നുന്നു. പറഞ്ഞത് ശരിയാ. ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തി, ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമായിരുന്ന വ്യക്തി, ഇനി എന്നും ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവുമെന്ന് കരുതിയിരുന്ന ഒരു വ്യക്തി ഇന്ന് ഞങ്ങളെ എല്ലാവരെയും വിട്ടു പോകാൻ തീരുമാനിച്ചു. ബന്ധങ്ങളെയെല്ലാം മറുത്തെറിഞ്ഞുകൊണ്ട് സ്വന്തം വഴി നോക്കി ഇറങ്ങിപ്പോവും. അതുകൊണ്ട് നെഞ്ചിനകത്തൊരു നീറ്റല. നമുക്ക് പ്രിയപ്പെട്ടവരെ നമ്മെ വിട്ട് പിരിഞ്ഞു പോകുമ്പോൾ അതെത്ര വേദനയുണ്ടാക്കുമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അതാർക്കും സഹിക്കാനാവുന്നതല്ല. നിങ്ങൾ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലും ആരെയോ ഒരാളെ ഇതുപോലെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. നഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്റെ മരുമകളെ. നിങ്ങളുടെ മരുമോളെയോ? അവൾക്ക് എന്താ സംഭവിച്ചേ? മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ അവൾ ഈ ലോകത്ത് തന്നെ ഇല്ലാതായിരിക്കുന്നു. എന്നാ സാക്ഷാൽ ആ മഹാദേവൻ അറിയാം ഈ ലോകത്തെവിടെയോ അവൾ ജീവിച്ചിരിപ്പുണ്ടെന്ന്. ഈ ലോകത്തിന്റെ ഏത് കോണിലായിരുന്നാലും അവൾ സുഖമായിട്ടിരിക്കണമെന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കാറ്. സത്യം പറഞ്ഞാല് അവൾ ഉണ്ടോ ഇല്ലെന്ന് പോലും ഞങ്ങൾക്ക് തീർച്ചയില്ല. എന്നാൽ അവള് തിരികെ എത്തണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാലും തിരഞ്ഞു പിടിച്ചു കൊണ്ടുവരാൻ എനിക്കാവില്ല. എല്ലാ മഹാദേവന്റെ ലീലകളാ. നമ്മൾ വിചാരിക്കുന്നതൊന്നുമല്ല നടക്കുന്നത്. ഭഗവാന്റെ ലീലകളെ മനസ്സിലാക്കാൻ നമുക്ക് ഈ ഒരു ജന്മം മതിയാവില്ല. എല്ലാം വരുന്നിടത്ത് വെച്ച് സ്വീകരിക്കാം. അതിന് മാത്രമല്ലേ നമുക്ക് കഴിയൂ.
മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ അറിയുമ്പോഴാ നമ്മുടെ ദുഃഖങ്ങൾ ഒന്നുമല്ല എന്ന് മനസ്സിലാവണത്. അത് തന്നെയാണ് ശരി. ഒഴുക്കിനൊത്ത് നമ്മൾ മുൻപോട്ട് നീങ്ങുക, ബാക്കിയെല്ലാം അവന്റെ കയ്യിലാണ്. ഇതാ നിങ്ങൾ ചോദിച്ച ചന്ദനോ സിന്ദൂരോ. ഈ നേരത്തെ അമ്പലത്തില് എന്തെങ്കിലും വിശേഷാൽ പൂജയ്ക്ക് വന്നതാണോ? നിങ്ങൾ പറഞ്ഞത് ശരിയാ. എന്റെ മകൻ ഇവിടെ ഒരു ഹോമം നടത്തുന്നുണ്ട്. എന്നാ ശരി, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ആയിക്കോട്ടെ. സജ്ജോജാതം പ്രപദ്യാമി സജ്ജോജാ തിരുമേനി, ഭവേ ഭവേനാത് ഭവേ ഭവ സ്വമാം. ടീച്ചർ, ഇപ്പൊ ലഞ്ച് ബ്രേക്ക് അല്ലേ? ഈ സമയത്ത് മിസ് എങ്ങോട്ടാ പോന്നെ? ലഞ്ച് ബോക്സ് എടുത്തോണ്ട് വരാൻ ഞാൻ മറന്നുപോയി. അതുകൊണ്ട് വീട്ടിൽ പോയി കഴിച്ചിട്ട് വരാന്ന് വിചാരിച്ചു. അതിന് മിസ് എന്തിനാ വീട് വരെ പോകുന്നത്? ചെറിയച്ഛനൊന്ന് ഫോൺ ചെയ്താ പോരെ? 10 മിനിറ്റില് ചാരു മിസ്സിന് ഇഷ്ടമുള്ളത് മുമ്പിലെത്തുമല്ലോ. ചക്കി, അധിക പ്രസംഗം വേണ്ട. സോറി മിസ്സേ, സോറി സോറി സോറി. ശരി, എന്നാ നിങ്ങൾ പോയി ലഞ്ച് കഴിച്ചിട്ട് വാ, ഞാൻ വീട്ടിൽ പോയിട്ട് വരാം. മിസ്സേ, ഞങ്ങളും മിസ്സിന്റെ വീട്ടിലേക്ക് വന്നോട്ടെ? മിസ്സിന്റെ കൂടെ ഇരുന്ന് ഞങ്ങളും കഴിച്ചോളാം. ശരി, എന്നാ വാ, നടക്ക്. എന്തു പറ്റി രണ്ടാൾക്കും? എന്തിനാ എന്നെ അങ്ങനെ നോക്കുന്നേ? സത്യമായിട്ടും മിസ് ലഞ്ച് ബോക്സ് മറന്നു പോയതാണോ? അതോ ലഞ്ച് ബോക്സിന്റെ കാര്യം പറഞ്ഞ് ചെറിയച്ഛനെ കാണാൻ വേണ്ടി മുങ്ങിയതാണോ മിസ്സേ? ചക്കി, നിനക്കെന്തു പറ്റി? നീ എന്തിനാ ഇവരുടെ കൂടെ ചേർന്ന് ചിരിക്കുന്നേ? നിന്നോടാരാ ഈ സമയത്ത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? ഇതാപ്പ നന്നായേ. എന്റെ വല്യേട്ടന്റെ മോള് ഇവിടെയല്ലേ പഠിക്കുന്നേ. അത് പിന്നെ അവളുടെ പ്രോഗ്രസ് എന്താണെന്ന് അറിയാൻ വേണ്ടി വല്യേട്ടൻ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാ. എന്ത് പ്രോഗ്രസ്? ഇതുവരെ എത്ര കിലോ പഠിച്ചു അവള്? എത്ര കിലോ മൈൻഡിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്? ഇതൊക്കെ ചോദിച്ചറിയാൻ വേണ്ടിയാണോ വന്നേ? സംശയം എന്താ? ഉത്തരവാദിത്തമുള്ളൊരു ചെറിയച്ഛനാണ് ഞാൻ. ഇതൊക്കെ ചോദിച്ചറിഞ്ഞല്ലേ പറ്റൂ. ഞാൻ എന്റെ പാട് നോക്കി ജീവിച്ച് പോട്ടെ മേഡം. പിന്നെ മേഡം അല്ലല്ലോ ഇവിടെ ആരൊക്കെ വരണമെന്ന് തീരുമാനിക്കേണ്ടത്. ഇതിപ്പോ എനിക്ക് എങ്ങോട്ടും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി പോയല്ലോ. ഉണ്ണിയെ കണ്ടാൽ അറിയാ ഇല്ലത്തെ പഞ്ഞം. എന്റെ അടുത്ത് വേണ്ട നിന്റെ വെളച്ചില്. അതിരിക്കട്ടെ, മേഡം ഇപ്പൊ എങ്ങോട്ടാ പോകുന്നേ? ഞാൻ ലഞ്ച് കഴിക്കാൻ വേണ്ടി എന്റെ വീട്ടിലേക്ക് പോവാ. എന്തേ, നീ അങ്ങോട്ടേക്ക് വരുന്നുണ്ടോ? കൊള്ളാലോ. എന്റെ ചാരു എന്നെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നു. ചാരു വിളിച്ചാ പിന്നെ എനിക്ക് വരാതിരിക്കാൻ പറ്റൂ? ഇനി അതേ പിടിച്ച് തൂങ്ങല്ലേ. ഞാൻ അറിയാതെ ഒന്ന് വിളിച്ചു പോയതാ എന്നും പറഞ്ഞ് ചാടിക്കേറി വന്നേക്കരുതേ. മറ്റെന്ത് പറഞ്ഞു വിളിച്ചാലും ദൈവം നിന്നോട് ക്ഷമിച്ചേനെ. ഇതിപ്പോ ഭക്ഷണം തരാന്ന് പറഞ്ഞിട്ട് മഹാപാപ നീ കാണിക്കുന്നേ. ഇതാണോ ഒരു ടീച്ചറുടെ സംസ്കാരം? പാവല്ലേ മിസ്സേ, ഇപ്പൊ ലഞ്ച് കഴിക്കുന്ന സമയല്ലേ? എന്റെ ചെറിയച്ഛന് നല്ല വിശപ്പുണ്ടാകും. അതുകൊണ്ടല്ലേ നാണയില്ലാണ്ട് ചോദിച്ചേ. ശരിയാ മിസ്സേ, പാവം. നമുക്ക് കൂടെ കൊണ്ടുപോവാ മിസ്. ആ ശരി, പോട്ടെ. ഇപ്പൊ നിങ്ങൾ എല്ലാരും ഒരു ടീം, ഞാൻ മാത്രം പുറത്തായല്ലേ? എന്നാ വരാൻ പറ. ഭാർഗവ പണിക്കരെ, ഇനിയെങ്കിലും അങ്ങൊന്ന് സത്യം പറയാ. എന്തിന് ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു ഹോമം നടത്തുന്നത്? പണിക്കരുടെ ഈ മൗനം എന്നെ വല്ലാതെ പേടിപ്പിക്കുന്നുണ്ട്. ഇനിയും പിടിച്ചു നിൽക്കാനാവൂന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പെറ്റ അമ്മയുടെ വിഷം എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? ഒന്ന് പറ പണിക്കരെ, എന്തിനു പെട്ടെന്ന് ഇങ്ങനെയൊരു ഹോമം ഇവിടെ നടത്തുന്നത്? അരുണിമേ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. ഒരു കാലത്തുണ്ടായിരുന്ന ദോഷങ്ങളല്ലിത്. വേറൊരു തരത്തിലുള്ള ദോഷമാണ് കാണുന്നേ. അന്ന് മേഘനം ഇതിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നതുകൊണ്ട്
അവളുടെ ജാതകത്തിന്റെ പ്രഭാവം മിഥുനെ പിടികൂടിയിരുന്ന ആപത്തുകളിൽ അവനെ രക്ഷിക്കാൻ സുദർശന ചക്രം പോലെ കറങ്ങിക്കൊണ്ടിരുന്നു. അവൾ ഉണ്ടായിരുന്നതുകൊണ്ട് മിഥുനെ ആവരണം ചെയ്തിരുന്ന അപകടങ്ങളും ബലഹീനപ്പെട്ടുകൊണ്ടിരുന്നു. പക്ഷെ ഇപ്പോ അങ്ങനെയല്ല. മേഘന ഇവന്റെ കൂടെയില്ല. അതുകൊണ്ട് തന്നെ അപകടങ്ങളുടെ ആഘാതവും കൂടും. അതിന്റെ തീവ്രതയെ കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ ഹോമം നടത്തുന്നത്. ഭാർഗവ് പണിക്കര് പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. മേഘന കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. മതി, ഒന്ന് നിർത്തിക്കേ. ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ആ പേര് പിന്നെയും പറഞ്ഞ് എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നതിനാ. മേഘന, എന്റെ ഈ ജന്മത്തിൽ ഇനി ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കാത്തൊരു പേരാണത്. എന്റെ സകല പ്രശ്നങ്ങളുടെയും മാണിവേരാണവൾ. വീണ്ടും അതെന്നെ ഓർമ്മിപ്പിക്കരുത്. എന്റെ ജീവിതത്തിലെ അപകടകാരിയായ ഒരു ശത്രുവാണവൾ, ആ മേഘന. മിഥുൻ, നീ വെറുതെ പാവം മേഘനയെ തെറ്റിദ്ധരിക്കുകയാണടാ. ശ്രീമൂലൻ സ്ഥാനത്തെ ഭഗവാന്റെ ചരണങ്ങളിലെ നിറദീപം പോലെ അത്രയേറെ പവിത്രതയുള്ളത് എന്റെ മേഘന. അവളെക്കുറിച്ച് വേണ്ടാതീനം പറഞ്ഞ പാപം കിട്ടൂടാ. മേഘനയുടെ പവിത്രതയെക്കുറിച്ച് മോം തന്നെ പറയണം. അങ്ങനെ പറയല്ലേ മോനെ. വേണ്ട മോം. മോമിന്റെ ഒരു സമാധാനത്തിന് വേണ്ടി മാത്രമാണ് മോം വിളിച്ചുടനെ ഞാൻ ഈ പൂജയ്ക്ക് വന്നത്. പക്ഷെ മേഘനയുടെ പുരാണം പാടാനാണ് മോമിന്റെ ഉദ്ദേശമെങ്കിൽ ഞാൻ ഈ ഹോമം ഇവിടെ അവസാനിപ്പിച്ച് എഴുന്നേറ്റ് പോകും. മിഥുനേട്ടൻ എന്തിനാ എന്നെ ഇത്രയേറെ വെറുക്കുന്ന? എന്റെ പേര് കേൾക്കുന്നത് പോലും ഇഷ്ടമല്ലാതായിരിക്കുന്നു. എന്നോട് എന്തിനാ ഇത്രയേറെ ദേഷ്യം? ഞാൻ ഇവരെ എല്ലാം ഉപേക്ഷിച്ചു പോയതിന്റെ പേരിലാണോ ഇത്? അതോ ഞാൻ ഇറങ്ങിപ്പോയതിന്റെ കാരണം എന്താണെന്ന് മിഥുനേട്ടൻ അറിയാത്തത് കൊണ്ടാണോ? മിഥുൻ, നിനക്കിഷ്ടമില്ലാത്തതൊന്നും ഈ അമ്മ ചെയ്യില്ല മോനെ. ആ കാര്യം ഇനി അങ്ങ് നീ വിട്ടുകളാ. ഭാർഗവ പണിക്കരെ, ഇനിയെങ്കിലും ഒന്ന് പറയണം. എന്താണ് മിഥുന് പ്രശ്നം? എന്ത് അപകടം അവനുണ്ടാവാൻ പോകുന്നത്? എന്താണെങ്കിൽ എന്നോട് പറഞ്ഞൂടെ? മിഥുന്റെ ആപത്തുകളെ കുറിച്ച് കൃത്യമായിട്ട് എനിക്ക് പ്രവചിക്കാൻ പറ്റുന്നില്ല. പക്ഷേ അടുത്തതായി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രദക്ഷിണം ചെയ്യാനാന്ന് പറഞ്ഞ് എങ്ങോട്ടേക്കാ പോയേ? ഓം നമസ്തേസ്തു ഭഗവൻ വിശ്വേസ്തരായ മഹാദേവായ ത്രിയംബകായ ത്രിപുരാന്തകായ ത്രികാഗ്നികാലായ കാലാഗ്നിരുദ്രായ നീലകണ്ഠായ മൃത്യുഞ്ജയായ സർവേശ്വരായ സദാശിവായ ശ്രീമൻ മഹാദേവായ നമഃ. മിഥുൻ, മൃത്യുഞ്ജയ ഹോമം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ ഞാൻ നിന്റെ കയ്യിൽ ഒരു അഖണ്ഡ ദീപം തരും.
അത് ശ്രീമൂലസ്ഥാനത്ത് കൊണ്ടുപോയി വയ്ക്കണം. ആയിക്കോട്ടെ. ഓം ഗണാനാന്ത്വാ ഗണപതിഗും ഹവാമഹേ കവിം കവീനാമുപവസ്ത്രവസ്തവം. മിഥുനാണെന്ന് തോന്നില്ലത്. മോനെ മിഥുനെ, ഇവിടെ ഹോമം ചെയ്തത് നീയായിരുന്നോ? മിഥുന് നിങ്ങൾക്ക് അറിയാമായിരുന്നോ? പിന്നെ അറിഞ്ഞൂടെ? അതെന്തൊരു ചോദ്യം. എങ്ങനെ അറിയാം? മോം, ചില ആൾക്കാരെയൊക്കെ നമ്മൾ കുറച്ച് അകറ്റി നിർത്തുന്നത് നല്ലത്. അവരോട് സംസാരിക്കുന്നത് പോലും നമുക്ക് പ്രശ്നങ്ങളെ ഉണ്ടാക്കും. ഈ പരിചയം നമുക്ക് അത്ര ആവശ്യമുള്ളതൊന്നുമല്ല. മിഥുൻ, മൂത്തവരോട് സംസ്കാരത്തോടെ സംസാരിക്കും. നിനക്ക് എങ്ങനെയാ ഇവരെ പരിചയം? മോമിനറിയാലോ, എന്റെ പ്രധാന ശത്രു അർജുൻ, അവന്റെ അമ്മയാ. അതിനെന്താ മിഥുൻ, മത്സരങ്ങളും ശത്രുതയൊക്കെ നിങ്ങൾക്കിടയിൽ മാത്രം മതി. അതിനിടയിൽ അർജുന്റെ അമ്മയെ പിണക്കുന്നത് എന്തിനാ? മിഥുൻ പറഞ്ഞതൊന്നും മനസ്സിൽ വെക്കണ്ട. ഓ, അതൊന്നും സാരമില്ല. കൊച്ചു കുട്ടികളല്ലേ, ചോരത്തിളപ്പ് കൊണ്ട് പറയുന്ന. ആരെയോ തിരയാണെന്ന് തോന്നുന്നല്ലോ. ഞങ്ങളുടെ മേഘയെ നോക്കുമായിരുന്നു. ഈ മേഘ എന്ന് പറയുന്നത്? മോം, എന്റെ മുമ്പിൽ ആ പേര് ഉച്ചരിക്കരുതെന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ. മിഥുൻ, എന്താ അവന് പറ്റിയേ? മേഘ എന്ന പേരിനെ എന്തിനാ അവൻ അത്രയേറെ വെറുക്കുന്നേ? എന്റെ മരുമോളുടെ പേര് മേഘന എന്നായിരുന്നു. അവള് ചീറ്റ് ചെയ്തു എന്നുള്ള തെറ്റിദ്ധാരണയാ. ഞങ്ങളുടെ കുടുംബത്തെ പോലും ചതിച്ചു എന്ന് അവൻ പറയുന്നത്. സ്വാർത്ഥമായി ചിന്തിച്ചുകൊണ്ട് അവൾ അവളുടെ വഴി നോക്കി പോയിന്ന മിഥുൻ ധരിച്ചു വെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്റെ മരുമകൾ ഒത്തിരി നല്ലവളാണ്. മറ്റുള്ളവരുടെ നന്മയെക്കുറിച്ച് മാത്രമേ എന്റെ മേഘന ചിന്തിക്കാറുള്ളൂ. ഇതുപോലെ സംസ്കാരമുള്ളൊരു പെൺകുട്ടി ഉണ്ടാവില്ല. മറ്റുള്ളവരുടെ നന്മയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നതിനിടയ്ക്ക് സ്വന്തം കാര്യം അവളെ വിട്ടുപോവാറാണ് പതിവ്. അതിന്റെ ഫലം ഇന്ന് അനുഭവിക്കുന്നത്. അവള് കൂടെയുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു പ്രത്യേക ധൈര്യം. എല്ലാ പ്രശ്നത്തിനും അവളുടെ പക്കൽ പരിഹാരം ഉണ്ടായിരിക്കും. അത്രയേറെ നല്ലവളായിരുന്നു എന്റെ മേഘന. ആ പെങ്കൊച്ചിനെയാ ഇവനെങ്ങനെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. നിങ്ങൾ പറയുന്നൊക്കെ കേൾക്കുമ്പോ എനിക്ക് അതിശയം തോന്നാ. നിങ്ങൾക്കറിയോ, ഞങ്ങളുടെ മേഘയും ഏകദേശം ഇതേ സ്വഭാവക്കാരിയാ. മേഘന എങ്ങും പോയിട്ടില്ല, നിനക്ക് ചുറ്റും തന്നെ ഉണ്ടവൾ. നേരാണോ? പിന്നെ സത്യമായിട്ടും ഞങ്ങളുടെ മേഘമോളും ഒരുപാട് നല്ല സ്വഭാവത്തിന്റെ ഉടമയാ. സ്വാർത്ഥത എന്താന്നാ കൊച്ചിനറിയില്ല. മറ്റുള്ളവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകും. ഈ പറയുന്നതൊക്കെ കേൾക്കുമ്പോ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ മേഘന മേഘയായിട്ട് ഞങ്ങളുടെ വീട്ടിലുണ്ടെന്ന് തോന്നിപ്പോന്നു. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങളുടെ മേഘന നിങ്ങളുടെ വീട്ടിലെങ്ങനെ വരാനാ? ഞാൻ ഉദ്ദേശിച്ചത് രണ്ടാളുടെയും പേരിലെ സാമ്യത പോലെ സ്വഭാവത്തിലും ഒരേപോലെയാണെന്നാ. എന്തോ കഷ്ടകാല സമയത്തായിരിക്കും നിങ്ങളുടെ മേഘന ഇറങ്ങിപ്പോയത്. ഞങ്ങൾക്ക് ഭാഗ്യമുള്ളതുകൊണ്ട് അതേപോലൊരു നല്ല മരുമോളെ ഞങ്ങൾക്ക് കിട്ടി. കൂടുതലൊന്നും കടന്ന് ചിന്തിക്കണ്ട. ശരിയാണ്, ഞങ്ങളുടെ കഷ്ടകാലം തന്നെയാ. ഏതോ ഭാഗ്യക്കേടിന്റെ സമയത്ത് തന്നെയാ ഞങ്ങളുടെ മേഘന ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അതിരിക്കട്ടെ, നിങ്ങളുടെ മരുമോള് മേഘ എന്ത് ചെയ്യുന്നു? മോം ഒന്ന് മതിയാക്ക്. അതെ, മോമിന് ഭാർഗവ പണിക്കർ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. ഒന്ന് വരാൻ പറ്റുമോ? എന്നാ ഞാൻ പോയിക്കോട്ടെ. ഒന്ന് വാമോ തീർത്ത്. വരും. വെൽക്കം ടു മൈ ലിറ്റിൽ ഹോം.